ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ലിറ്റററി ഫെദർ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജീത് തയ്യിൽ എന്നുള്ള പോയറ്റിൻ്റെ മലയാളംസ് ഗസൽ എന്നുള്ളൊരു പോമാണ്. സോ ബിഫോർ ഗോയിങ് ടു ദി പോം, നമുക്ക് ആരാണ് ഈ ജീത് തയ്യിൽ എന്നുള്ള പോയറ്റ് എന്ന് നോക്കാം. സോ ജീത് തയ്യലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആളൊരു എഡിറ്ററാണ്, ട്രാൻസ്ലേറ്ററാണ്, അതുപോലെ തന്നെ ഒരുപാട് വർക്ക്സ് എഴുതിയിട്ടുള്ള ഒരു പ്രോമിനൻറ്റ് റൈറ്ററാണ്. മലയാളംസ് ഗസൽ എന്നുള്ള ഈ ഒരു പോമിൻ്റെ പെക്യുലാരിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ സ്ട്രക്ചറാണ്. യൂഷ്വലി നമുക്ക് രണ്ട് രീതിയിലുള്ള പോംസാണ് കാണാൻ പറ്റുക. ഒന്നില്ലെങ്കിൽ ഫ്രീ വേഴ്സ് ആയിരിക്കും, എന്ന് പറഞ്ഞാൽ സ്റ്റാൻസ ഡിവിഷൻ ഒന്നും ഇല്ലാതെ ഫ്രീ ആയിട്ട് ഒരു ബ്രേക്ക് ഇല്ലാതെ അല്ലെങ്കിൽ സ്പേസ് ഇല്ലാതെ എഴുതി വരുന്ന മെത്തേഡ്, അതാണ് ഫ്രീ വേഴ്സ്. അടുത്തതെന്ന് പറയുകയാണെങ്കിൽ സ്റ്റാൻസൈക് ഡിവിഷനാണ്. ഇപ്പോൾ 4 ലൈൻ സ്റ്റാൻസാസ്, 5 ലൈൻ സ്റ്റാൻസാസ്, 6 ലൈൻ സ്റ്റാൻസാസ്, അങ്ങനെയുള്ള ഡിവിഷൻ. ബട്ട് നമുക്ക് ഈ ഒരു പോമിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആ ഒരു സ്ട്രക്ചർ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, ഓരോ സ്റ്റാൻസയിലും നമുക്ക് കാണാൻ പറ്റുന്നത് 2 ലൈൻസ് ആണ്. അങ്ങനെയുള്ള ആ 2 ലൈൻസിന് നമ്മൾ പറയുന്നത് കപ്ലെറ്റ്സ് എന്നാണ്. സോ ആ ഒരു പോം മൊത്തം എഴുതിയിട്ടുള്ളത് ഇങ്ങനെയാണ്. ഓരോ സ്റ്റാൻസാലും 2 ലൈൻസ് വെച്ചേ ഉള്ളൂ. ദെൻ അടുത്ത പെക്യുലാരിറ്റി എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ എൻഡിങ്ങിൽ നമുക്കൊരു റിഫ്രെയിൻ കാണാൻ പറ്റും. റിഫ്രെയിൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വേർഡൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു വേർഡോ ഫ്രേസോ റിപ്പീറ്റഡ്ലി അല്ലെങ്കിൽ റെഗുലർലി ഓരോ സ്റ്റാൻസായാലും വരിക, അതാണ്. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ പോമിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഓരോ കപ്ലെറ്റ്സിലും സെക്കൻഡ് ലൈൻ എൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓരോ കപ്ലെറ്റ്സും എൻഡ് ചെയ്യുന്നത് മലയാളം എന്നുള്ളൊരു വേർഡ് വെച്ചിട്ടാണ്. അതുപോലെ തന്നെ ഓരോ ലൈനിലും നമുക്ക് ഈ പറഞ്ഞ പോലെ ഫുൾ സ്റ്റോപ്പ് അല്ലെങ്കിൽ കൊമ അങ്ങനെയുള്ള പങ്ക്ച്വേഷൻ മാർക്സും കാണാൻ പറ്റുന്നുണ്ട്. ജീത് തയ്യിൽ ഒരു ബൈലിംഗ്വൽ റൈറ്ററാണ്. ബൈലിംഗ്വൽ റൈറ്റർ എന്ന് പറയുകയാണെങ്കിൽ 2 ലാംഗ്വേജ് ഒരേപോലെ സംസാരിക്കാനും യൂസ് ചെയ്യാനും ഒക്കെ പറ്റുന്ന ആ ഒരു എബിലിറ്റിയാണ് ബൈലിംഗ്വൽ എന്ന് പറയുന്നത്. അപ്പോൾ ജീത് തയ്യിലിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ മലയാളത്തിലായാലും ഇംഗ്ലീഷിലായാലും നന്നായിട്ട് എഴുതാനുള്ള ആ ഒരു എബിലിറ്റി ജീത് തയ്യിലുണ്ട്. ആൻഡ് ഈ ഒരു പെർട്ടിക്കുലർ പോമിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ മലയാളം ലാംഗ്വേജിന് അല്ലെങ്കിൽ നമ്മുടെ മദർ ടങ്ങിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കണം, അല്ലെങ്കിൽ അതിന് അതിൻ്റേതായ റെലവൻസ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ജീത് തയ്യിൽ എഴുതിയിട്ടുള്ള ഒരു പോമാണ് മലയാളംസ് ഗസൽ. സോ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്നത്തെ ഒരു ലൈഫിൽ നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജിനാണ് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ആൻഡ് എവിടെയായാലും ഇപ്പോൾ ഈവൻ മീഡിയം ഓഫ് എഡ്യൂക്കേഷൻ, മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എല്ലാം ഇംഗ്ലീഷ് ലാംഗ്വേജ് മാത്രമാണ്. സോ അങ്ങനെ ഇംഗ്ലീഷിന് നമ്മൾ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആ ഒരു ടൈമിൽ നമ്മൾ മറക്കേണ്ടാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മദർ ടങ് ആണ്. നമ്മുടെ മദർ ടങ് ആയിട്ടുള്ള മലയാളമുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ മറ്റ് അന്യഭാഷകൾ മാത്രം യൂസ് ചെയ്താൽ പോരാ, നമ്മുടെ ആ ഒരു റൂട്ടിലേക്ക് നമ്മൾ തിരിച്ചു വരണം. സോ ഇവിടെ റൂട്ട് എന്ന് പറയുന്നത് മലയാളം ലാംഗ്വേജിനെയാണ്, അല്ലെങ്കിൽ നമ്മുടെ മദർ ടങ്ങിനെയാണ്. ഇപ്പോൾ നമുക്ക് ഇംഗ്ലീഷിലെ ഏതെങ്കിലും ഒരു വേർഡിൻ്റെ മീനിങ് അറിയില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ യൂഷ്വലി എന്താ ചെയ്യുക, പോയിട്ട് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് നോക്കി മലയാളം മീനിങ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നോക്കും. ബട്ട് നിങ്ങൾ ഈ ഒരു ഫുൾ പോം ഇതുപോലെ വല്ല ട്രാൻസ്ലേറ്ററൊക്കെ ഇട്ട് നോക്കുകയാണെങ്കിലും കിട്ടുന്ന മീനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പോമിൻ്റെ ആക്ച്വൽ മീനിങ്ങുമായിട്ട് ഒരു കണക്ഷനും ഇല്ലാത്തൊരു കൈൻഡ് ഓഫ് മീനിങ് ആയിരിക്കും. കാരണം ജീത് തയ്യിൽ ഈ ഒരു ഹോൾ പോം ഭയങ്കര പോയറ്റിക്കൽ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ് എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് വായിക്കുന്ന ആ ഒരു മീനിങ് അല്ലാതെ ഇതിനൊരു ഇന്നർ ലെവൽ ഓഫ് മീനിങ് ഉണ്ട്. ആൻഡ് ആ ഒരു ഇന്നർ ലെവൽ മീനിങ് അല്ലെങ്കിൽ ആ ഒരു ഇൻ്റർപ്രിട്ടേഷൻ മനസ്സിലാക്കിയാൽ മാത്രമാണ് ഈ പോമിനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നൗ വി ക്യാൻ മൂവ് ടു ദി പോം. പോം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്: ലിസൺ, someone is saying a prayer in Malayalam. He says there is no word for despair in Malayalam. ജീത് തയ്യിൽ പറയാണ്, ശ്രദ്ധിക്കൂ, ആരോ ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട്, മലയാളത്തിൽ എന്തോ ഒരു പ്രെയർ പറയുന്നുണ്ട്. അതാണ് ഫേസ്റ്റ് ലൈൻ എന്ന് പറയുന്നത്. ആൻഡ് സെക്കൻഡ് ലൈനിൽ പോയിട്ട് പറയാണ്, ഇംഗ്ലീഷ് വേർഡായ ഡെസ്പെയറിന് പകരം വെക്കാനുള്ളൊരു വേർഡ് മലയാളത്തിലില്ല എന്ന്. അപ്പോൾ യൂഷ്വലി ഈ ഡെസ്പെയറിൻ്റെ മീനിങ് നോക്കുകയാണെങ്കിൽ നിരാശ എന്നാണ് നമ്മൾ പറയുക. ബട്ട് നമ്മൾ ഇപ്പോൾ ഒരു ലാംഗ്വേജിൽ നിന്ന് മറ്റ് ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു ഒറിജിനൽ ലാംഗ്വേജിൻ്റെ ആ ഒരു ബ്യൂട്ടി എപ്പോഴും നമുക്ക് കിട്ടിയിരിക്കണം എന്നില്ല. അല്ലെങ്കിൽ ഒറിജിനൽ ആ ഒരു ലാംഗ്വേജിന് അല്ലെങ്കിൽ ഒറിജിനൽ ആയിട്ടുള്ള ആ ഒരു വേർഡിന് ആപ്റ്റ് ആവുന്ന മറ്റൊരു വേർഡ് നമുക്ക് ട്രാൻസ്ലേഷനിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. അതുപോലെ തന്നെയാണ് ഇവിടെ പോയിട്ട് പറയുന്നത്, ഇംഗ്ലീഷിലെ വേർഡായ ഡെസ്പെയർ, DESPAIR, ഡെസ്പെയർ എന്നുള്ള വേർഡ്, അതിൻ്റെ മലയാളം മീനിങ് നമ്മൾ പറഞ്ഞ നിരാശ എന്നാണ്. ബട്ട് ഈ ഡെസ്പെയർ എന്നുള്ള വേർഡിന് അത്രയും ആപ്റ്റ് ആയിട്ടുള്ളൊരു മലയാളം വേർഡ് നമുക്ക് കാണാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. സോ ഈ ഒരു ഫേസ്റ്റ് ലൈനിൽ തന്നെ 2 കൈൻഡ് ഓഫ് ഇൻ്റർപ്രിട്ടേഷനാണ് ഉള്ളത്. ഫസ്റ്റ് തിങ് ഇതാണ്, നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ പോലെ ഈ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ളൊരു വേർഡ് കിട്ടില്ല. അപ്പോൾ
ഡെസ്പെയറിന് പ്രോപ്പറായിട്ടുള്ളൊരു വേർഡ് മലയാളത്തിൽ ഇല്ല. അതാണ് ഫസ്റ്റ് ഇൻ്റർപ്രിട്ടേഷൻ. ആൻഡ് സെക്കൻഡ് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ പറയാം ഫസ്റ്റ് ലൈനിൽ ജീത്തായിൽ പറഞ്ഞത് ഇങ്ങനെയാണ്, ലിസൺ someone is saying something, someone is saying a prayer in മലയാളം. ആരോ ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രയർ മലയാളത്തിൽ ചൊല്ലുന്നുണ്ട്. സോ യൂഷ്വലി പ്രയർ എന്ന് പറഞ്ഞാൽ അത് ഇറ്റ്സ് ഫുൾ ഓഫ് ഒപ്റ്റിമിസ്റ്റിക് ഓർ പോസിറ്റിവിറ്റി, റൈറ്റ്? എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഹോപ്പിൽ, ഇപ്പോൾ ഗോഡ് എന്നൊരാളുണ്ട്, ഗോഡിൻ്റെ അടുത്താണല്ലോ യൂഷ്വലി നമ്മൾ പ്രേ ചെയ്യുക. അപ്പോൾ ഗോഡ് എന്നൊരാളുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പ്രേ ചെയ്യുമ്പോൾ എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ളൊരു റെസ്പോൺസ് ഉണ്ടാവും എന്നുള്ളൊരു ഹോപ്പിലാണ് നമ്മൾ എല്ലാവരും പ്രേ ചെയ്യുന്നത്. സോ പ്രേ എന്നുള്ളൊരു പ്രൊസീജിയറിൽ അത് എപ്പോഴും പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. അതിൽ ഒരിക്കലും നമ്മളെപ്പോഴും നിരാശപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ പ്രേ ചെയ്യുമോ? ഇല്ല. സോ അത് ആ ഒരു ഇൻ്റർപ്രിട്ടേഷൻ നമുക്ക് പറയാം. എന്ന് പറഞ്ഞാൽ പ്രേയറിൽ ഒരിക്കലും നിരാശയ്ക്ക് സ്കോപ്പില്ല. ഈ രണ്ട് ഇൻ്റർപ്രിട്ടേഷനാണ് ഫസ്റ്റ് ലൈനിൽ വരുന്നത്. അപ്പോൾ ഈ രണ്ട് കാരണങ്ങളും കൊണ്ടും ആയിരിക്കാം ജീത്തായിൽ പറഞ്ഞത് ഡെസ്പെയർ എന്നുള്ള ഇംഗ്ലീഷ് വേർഡിന് അത്രയും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മറ്റൊരു മലയാളം വേർഡ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ മലയാളം വേർഡ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന്. ഇനി നെക്സ്റ്റ് ലൈൻസ് ഇങ്ങനെയാണ്, സംടൈംസ് അറ്റ് ഡേ ബ്രേക്ക് യു സിങ് എ ഗുജറാത്തി ഗർബ, അറ്റ് നൈറ്റ് യു ഓപ്പൺ യുവർ ഹെയർ ഇൻ മലയാളം. സോ ഡേ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ മോർണിംഗ് ടൈം. ഇപ്പോൾ പറയുകയാണ് ചില സമയത്ത് എന്ത് ചെയ്യുന്നു, ഈ മോർണിംഗിൽ ഫ്രീ ആയിട്ടുള്ള അല്ലെങ്കിൽ ആ മോർണിംഗ് ബ്രേക്ക് ടൈമിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഗുജറാത്തി ഗർബ എന്ന് പറഞ്ഞാൽ ഗുജറാത്തിൻ്റെ ആ ഒരു ആർട്ട് ഫോമാണ്. അപ്പോൾ ഗുജറാത്തി ഗർബ എന്ന് പറഞ്ഞാൽ ലൈക്ക് സോങ് പോലെയാണ്. അപ്പോൾ രാവിലെ ഉള്ള ബ്രേക്ക് ടൈമിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഗുജറാത്തി സോങ്സ് ഒക്കെ നിങ്ങൾ പാടുന്നു. ബട്ട് അറ്റ് നൈറ്റ് യു ഓപ്പൺ യുവർ ഹെയർ ഇൻ മലയാളം. സോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് ഈ ട്രാൻസ്ലേഷൻ നോക്കുകയാണെങ്കിൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മീനിങ് ആണ് കിട്ടുന്നത്. രാത്രി നിങ്ങളുടെ മലയാളത്തിൻ്റെ ഹെയർ അഴിച്ചിടണം എന്നൊക്കെ പറഞ്ഞാൽ അത് നമുക്ക് എന്തെങ്കിലും മീനിങ് ഉണ്ടാക്കുന്നുണ്ടോ? ഇറ്റ് ഡസൻറ്റ് മേക്ക് എനി കൈൻഡ് ഓഫ് സെൻസ്, റൈറ്റ്? സോ ഇതിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഈവൻ ദോ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് വിൽ ബി യൂസിങ് ഓർ ടോക്കിംഗ് ടു പീപ്പിൾ ഇൻ അതർ ലാംഗ്വേജസ് ലൈക്ക് ഇംഗ്ലീഷ്, അല്ലെങ്കിൽ പല പല ലാംഗ്വേജിലായിരിക്കും നമ്മൾ മോർണിംഗ് ബ്രേക്ക് ടൈമിലും ഒക്കെ എല്ലാവരുടെ അടുത്തും സംസാരിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ വർക്ക് പ്ലേസിലൊക്കെ ആണെങ്കിൽ അങ്ങനെയാണല്ലോ ചെയ്യുന്നുണ്ടാവാം. ബട്ട് നൈറ്റ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വി ഹാവ് ടു കം ബാക്ക് ടു അവർ മദർ ടങ്, അല്ലെങ്കിൽ വി ഹാവ് ടു സ്പീക്ക് ഇൻ അവർ മദർ ടങ്. നമ്മുടെ മലയാളം എന്നുള്ള മദർ ടങ് അവിടെ ഉണ്ട്. അപ്പോൾ രാവിലത്തെ ആ ബിസി സ്കെഡ്യൂളും അല്ലെങ്കിൽ വർക്കൊക്കെ കഴിയുമ്പോൾ നമ്മൾ തിരിച്ച് എവിടെ എത്തണം, നമ്മുടെ മദർ ടങ്ങിലേക്ക് എത്തണം എന്നാണ് പോയിറ്റ് പറയുന്നത്. To understand symmetry, understand Kerala, the longest palindrome is there in Malayalam. സോ സിമ്മട്രി എന്ന് പറഞ്ഞാൽ ഇക്വാലിറ്റി ആണ്. അപ്പോൾ പറയുകയാണ് എന്താണ് ഇക്വാലിറ്റി എന്ന് അറിയണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് കേരള ഓർ യു ഷുഡ് ലേൺ അബൌട്ട് കേരള ആൻഡ് മലയാളം. അപ്പോൾ ഇക്വാലിറ്റി എന്താണെന്ന് പ്രോപ്പറായിട്ട് മനസ്സിലാക്കണമെങ്കിൽ കേരളത്തിനെക്കുറിച്ചും അതുപോലെ തന്നെ മലയാളം ലാംഗ്വേജിനെ കുറിച്ചും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. ദെൻ നെക്സ്റ്റ് ലൈൻ എന്ന് പറയുന്നത് ലോങ്ങസ്റ്റ് പെലിൻഡ്രോം എന്ന് പറഞ്ഞാൽ, പെലിൻഡ്രോം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ റൈറ്റിൽ നിന്നായാലും ലെഫ്റ്റിൽ നിന്നായാലും വായിക്കുമ്പോൾ ഒരേപോലെ വായിക്കുന്ന വേർഡ്സ് ഉണ്ടായിരിക്കില്ല. ലൈക്ക് സ്പെല്ലിങ്സും സെയിം ആയിട്ട് തോന്നും, അല്ലെങ്കിൽ പ്രൊനൗൺസിയേഷനും സെയിം ആയിട്ട് തോന്നും. സോ ഹിയർ വി ആർ ഹാവിങ് ദി എക്സാമ്പിൾ, ആൻഡ് എക്സാമ്പിൾ എന്ന് പറയുന്നത് മലയാളമാണ്, ഇംഗ്ലീഷിൽ എഴുതുന്ന മലയാളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ MALAYALAM. അപ്പോൾ ഈ മലയാളം എന്നുള്ള വേർഡ് നിങ്ങൾ എടുത്തു നോക്കൂ. നമ്മളിപ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് റീഡ് ചെയ്താലും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് റീഡ് ചെയ്താലും വി ക്യാൻ പ്രൊനൗൺസ് ഓർ വി ക്യാൻ റീഡ് ഇറ്റ് ഇൻ ദി സെയിം മാനർ, റൈറ്റ്? മലയാളം തന്നെ നമുക്ക് വായിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പറയുകയാണ് ഈ മലയാളം എന്നുള്ളൊരു വേർഡ് തന്നെ ലോങ്ങസ്റ്റ് പെലിൻഡ്രോം ആണെന്ന്. അപ്പോൾ ആദ്യം ഇക്വാലിറ്റി എന്താണെന്ന് അറിയണമെങ്കിൽ നമുക്ക് മദർ ടങ് എന്താണെന്ന് മനസ്സിലാവണം. ആൻഡ് ഈ ഒരു വേർഡ് തന്നെ ഇറ്റ്സ് ദ ലോങ്ങസ്റ്റ് പെലിൻഡ്രോം എന്നാണ് ജീത്തായിൽ പറയുന്നത്. When you have been too long in the rooms of English, open your windows to the fresh air of Malayalam. അപ്പോൾ പോയിട്ട് പറയുകയാണ്, നിങ്ങളിപ്പോൾ ഒരുപാട് നേരമായിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് മാത്രമാണ് യൂസ് ചെയ്യുന്നത് വിചാരിക്കുക, അല്ലെങ്കിൽ കണ്ടിന്യൂസ്ലി ഇംഗ്ലീഷ് മാത്രം യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻ ഓർഡർ ടു ഗെറ്റ് ഫ്രഷ് എയേഴ്സ്, നമുക്ക് കുറച്ച് ഫ്രഷ് എയറും ഫ്രഷ് ആയിട്ട് ബ്രീത്ത് ചെയ്യാനൊക്കെ പറ്റണമെങ്കിൽ എന്ത് ചെയ്യണം, യു ഹാവ് ടു കം ബാക്ക് ടു യുവർ മദർ ടങ്, നമ്മുടെ മദർ ടങ് ആയിട്ടുള്ള മലയാളം നിങ്ങൾ യൂസ് ചെയ്യണം. ഇതിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ട്രാൻസ്ലേഷനൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് വലിയ മീനിങ് ഒന്നും നമുക്ക് തോന്നില്ല. ലൈക്ക് കുറേ നേരം നിങ്ങൾ ഇംഗ്ലീഷിൻ്റെ റൂമിൽ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എയർ കിട്ടാനായിട്ട് മലയാളത്തിൻ്റെ ജനാലകൾ തുറക്കാനാണ് പറയുന്നത്. അപ്പോൾ അതിനൊന്നും വലിയ കാര്യമായിട്ടുള്ള മീനിങ് നമുക്കില്ലല്ലോ. ബട്ട് റെലവൻസ് ഓഫ് മലയാളം ലാംഗ്വേജ് അല്ലെങ്കിൽ മദർ ടങ്ങിനെ കുറിച്ചാണ് ജീത്തായിൽ പറയുന്നത്. നിങ്ങളിപ്പോൾ എപ്പോഴും വർക്ക് പ്ലേസിലും എല്ലായിടത്തും നിങ്ങൾ ഇതുപോലെ ഇംഗ്ലീഷൊക്കെ യൂസ് ചെയ്ത് ആകെ ടയേർഡായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക. അപ്പോൾ നമ്മൾ ടയേർഡായിരിക്കുന്ന സമയത്ത് നമുക്ക് വീട്ടിലേക്ക് വരുമ്പോൾ വിൽ ബി ഗെറ്റിംഗ് സം കൈൻഡ് ഓഫ് റിലാക്സേഷൻസ്, റൈറ്റ്?
അതുപോലെ തന്നെയാണ് പറയുന്നത്, നമ്മുടെ മദർ ടങ്ക് അല്ലാത്ത ഇംഗ്ലീഷ് പോലുള്ള ലാംഗ്വേജൊക്കെ ഒരുപാട് നേരം ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് ഫ്രഷ് എയർ കിട്ടാനായിട്ട് നമ്മൾ നമ്മുടെ മദർ ടങ്കിലേക്ക് തിരിച്ചു വരാം. വിസിറ്റേഴ്സ് ആർ വെൽക്കം ഇൻ ദ സ്കൂൾ ഓഫ് ലോസ്റ്റ് ടങ്സ്. someone's endowed a high chair in മലയാളം. ഇപ്പോൾ പറയാണ്, ഇപ്പോൾ ലോസ്റ്റ് ടങ്ക് എന്ന് പറയുന്നത് നമ്മുടെ മദർ ടങ്കിനെയാണ്, മലയാളത്തിനെയാണ് കേട്ടോ. ഇപ്പോൾ കാരണം ഇപ്പോൾ അധികം ആരും മലയാളം എന്നുള്ള ലാംഗ്വേജ് ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ ഈവൻ പറയുന്നുണ്ടല്ലോ, ഇപ്പോൾ ആളുകളുടെ ഇടയിലായാലും കുറച്ച് സ്റ്റേറ്റസ് ഒക്കെ കിട്ടണമെങ്കിൽ വി ഹാവ് ടു ടോക്ക് ഇൻ ഇംഗ്ലീഷ്. ഇപ്പോൾ ഒരു ഗ്രൂപ്പിൽ നമ്മൾ മാത്രം ഇംഗ്ലീഷ് പറയുമ്പോൾ ഇവർ വലിയ എന്തോ സംഭവമാണ് എന്നുള്ളൊരു ഇംപ്രഷനാണ് മറ്റുള്ളവരിലേക്കും എത്തിക്കുന്നത്. അതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ കൂടുതലും ഇതുപോലെ മദർ ടങ്ങിനെ മറന്ന് ഇംഗ്ലീഷ് ലാംഗ്വേജ് കുറച്ചും കൂടി ഉപയോഗിക്കുന്നത്. ഈ 10th പഠിച്ച് പോയ സ്കൂളിൽ പിന്നെ വീണ്ടും റീയൂണിയനൊക്കെ ചെല്ലില്ലേ, അതുപോലെയാണ് പോയിട്ട് ഇവിടെ ആ ഒരു കമ്പാരിസൺ പോലെയാണ് പറയുന്നത്. ലോസ്റ്റ് ടങ്സ്, നമ്മൾ മറന്നു പോയ നമ്മുടെ മദർ ടങ്കിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എഗെയിൻ വിസിറ്റേഴ്സായിട്ട് പോകാൻ പറ്റും. വിസിറ്റേഴ്സ് ആർ വെൽക്കം ടു ദി ലോസ്റ്റ് ടങ്സ് അല്ലെങ്കിൽ ലോസ്റ്റ് സ്കൂൾസ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആ മദർ ടങ്കിനെ നമുക്ക് വീണ്ടും റീവിസിറ്റ് ചെയ്യാനും പറ്റും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലയാളം ലാംഗ്വേജ് കുറച്ച് നാൾ യൂസ് ചെയ്തില്ല എന്ന് വെച്ച് പിന്നെ ആ ലാംഗ്വേജ് യൂസ് ചെയ്യാൻ പാടില്ല, അങ്ങനത്തെ ഇല്ല. നിങ്ങളിപ്പോൾ ഒരുപാട് നാളുകളായിട്ട് ആ ഒരു ലാംഗ്വേജ് മറന്നു പോയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് റീവിസിറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറയണേ. ആൻഡ് someone has placed മലയാളം ഇൻ എ ഹൈ പൊസിഷൻ എന്നാണ് പറയുന്നത്. ഒരാൾ എന്ത് ചെയ്തിട്ടുണ്ട്, മലയാളം ലാംഗ്വേജിനെ ഒരു ചെയറൊക്കെ ഇട്ട് കൊടുത്ത് ഒരു ടോപ്പിൽ നിർത്താമെന്ന് പറയുന്നത്, അതുപോലെ ഒരു ഹയസ്റ്റ് പൊസിഷനിൽ ഒരാൾ മലയാളം ലാംഗ്വേജിനെ കൊണ്ട് പ്ലേസ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. I greet you, my ancestors, O scholars and linguists, my father who resides boldly in Malayalam. സോ ഈ ലൈൻസിൽ ജീത്തയിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഹീ ഈസ് ഗ്രീറ്റിംഗ് ദി ആൻസിസ്റ്റേഴ്സ്, സ്കോളേഴ്സ് ആൻഡ് ലിംഗ്വിസ്റ്റ്, അത്രയുള്ള സ്കോളേഴ്സിനും ലിംഗ്വിസ്റ്റിനും എല്ലാവരും ഗ്രീറ്റ് ചെയ്യാണ്. എന്നിട്ട് പറയാണ് ഹിസ് ഫാദർ ഈസ് സീയിങ്, ഈ ബോഡ്ലി എന്ന് പറയുന്നത് ഹീസ് എ ഫ്രഞ്ച് പോയറ്റ്. അപ്പോൾ ജീത്തയിലിൻ്റെ ഫാദർ ഒരു ഫ്രഞ്ച് പോം എന്ത് ചെയ്യാണ്, ഹീ ഈസ് റിസൈറ്റിംഗ് ദ ഫ്രഞ്ച് പോം ബൈ ബോഡ്ലെ ഇൻ മലയാളം. അപ്പോൾ നമുക്കിപ്പോൾ ഇംഗ്ലീഷിലുള്ള സ്റ്റോറീസിൻ്റെ ട്രാൻസ്ലേഷൻസ് കാണാൻ പറ്റുന്നുണ്ടല്ലോ മലയാളത്തിൽ, അതുപോലെ തന്നെ മലയാളം വർക്ക്സിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആ സെയിം ഇതിൽ തന്നെയാണ് പറയുന്നത്, ജീത്തയിലിൻ്റെ ഫാദർ എന്ത് ചെയ്യാണ്, ഒരു ഫ്രഞ്ച് പോയറ്റിൻ്റെ ഫ്രഞ്ച് പോം മലയാളത്തിൽ ഇങ്ങനെ റിസൈറ്റ് ചെയ്തുകൊണ്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. ജീത്ത്, such drama with the scarps, you know, write a couplet if you dare in മലയാളം. സോ ഈ 2 ലൈൻ എന്ന് പറയുകയാണെങ്കിൽ നമുക്കിത് പല രീതിയിൽ എടുക്കാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ജീത്ത് സച്ച് ഡ്രാമ വിത്ത് ദ സ്കാർപ്സ് യു നോ, അത് ജീത്തയിലിൻ്റെ ഫാദർ ജീത്തയിലിൻ്റെ അടുത്ത് പറയുന്ന പോലെയാണല്ലോ പറഞ്ഞിട്ടുള്ളത്. ലൈക്ക് ഫാദർ നമ്മൾ പറഞ്ഞല്ലോ, ഹി വാസ് റിസൈറ്റിംഗ് ദി ഫ്രഞ്ച് ലൈൻസ് ഇൻ മലയാളത്തിൽ ഫ്രഞ്ച് പോം ഇങ്ങനെ പാടിക്കൊണ്ട് നടക്കുമായിരുന്നു. എന്നിട്ട് പറയുകയാണ്, നിനക്ക് കുറേ അടവുകളൊക്കെ അറിയാമല്ലോ, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിൻ്റെ ഈ കൈൻഡ് ഓഫ് ഡ്രാമയും ഷോ ഓഫൊക്കെ നിർത്തൂ. ആൻഡ് നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യണം, റൈറ്റ് എ കപ്ലെറ്റ് ഇൻ മലയാളം. നീ അത്രയും വലിയ പോയിറ്റാണ്, അല്ലെങ്കിൽ അത്ര എബിലിറ്റി ഒക്കെ നിനക്കുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യുക, മലയാളത്തിൽ പോയിട്ട് അധികമൊന്നും എഴുതണ്ട, റൈറ്റ് 2 ലൈൻസ്. കപ്ലെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ 2 ലൈൻസിനെയാണ് കപ്ലെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിനക്ക് അത്രയും കപ്പാസിറ്റി ഉണ്ട്, അല്ലെങ്കിൽ അത്രയ്ക്കും ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്ത് ചെയ്യുക, പോയിട്ട് മലയാളത്തിൽ 2 വരി എഴുതൂന്നാണ് ജീത്തയിലിൻ്റെ ഫാദർ ചാലഞ്ച് ചെയ്യുന്നത്. ആ രീതിയിലാണ് ഈ പറയുന്നത്. നമ്മൾ പ്രീവിയസ് ലൈനിൽ കണ്ടല്ലോ, ജീത്ത് എന്നൊക്കെ പറഞ്ഞ് പേര് പറഞ്ഞാണ് അഡ്രസ്സ് ചെയ്യുന്നത്. ബട്ട് ഈ ലാസ്റ്റ് ലൈനിൻ്റെ ശരിക്കുള്ള ഇൻ്റർപ്രിറ്റേഷൻ എന്ന് പറയുകയാണെങ്കിൽ വി ക്യാൻ സീ ദാറ്റ് ദ പോയറ്റ് ഈസ് ചാലഞ്ചിങ് ഹിംസെൽഫ്. ശരിക്കും പറഞ്ഞാൽ അച്ഛനല്ല ഇവിടെ ജീത്തയിലിനെ ചാലഞ്ച് ചെയ്യുന്നത്, ബട്ട് ജീത്ത് തന്നെയാണ് സ്വയം ചാലഞ്ച് ചെയ്യുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും നാൾ നമ്മൾ പറഞ്ഞു ഹീസ് എ പ്രോമിനൻറ്റ് ട്രാൻസ്ലേറ്റർ, എഡിറ്റർ ആൻഡ് ഓൾ, അതും ഇംഗ്ലീഷ് വർക്ക്സിൻ്റെയാണ്. അപ്പോൾ ഇപ്പം നമ്മളെടുത്ത് ഇത്രയും നേരം ജീത്തയിൽ പറഞ്ഞത് നമ്മൾ മദർ ടങ്ക് അല്ലെങ്കിൽ മലയാളം ലാംഗ്വേജ് യൂസ് ചെയ്യണം, നമ്മുടെ മദർ ടങ്കിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നൊക്കെയാണ്. അപ്പോൾ നമ്മുടെ അടുത്ത് പറയുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം, ജീത്തയിലും അത് യൂസ് ചെയ്യണ്ടേ. ഇംഗ്ലീഷ് മാത്രം എഴുതിയാൽ പോരല്ലോ, മലയാളം എന്നുള്ള നമ്മുടെ മദർ ടങ്ക് ഉള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്യണം, മദർ ടങ്കിൽ എഴുതണം. അതുകൊണ്ടാണ് ജീത്തയിൽ സ്വയം ചാലഞ്ച് ചെയ്യുന്നത്. ഇത്ര ധൈര്യം ഉണ്ടെങ്കിൽ 2 ലൈൻ മലയാളത്തിൽ എഴുതി കാണിക്കൂ, അങ്ങനെയാണെങ്കിൽ ഓക്കെ എന്നുള്ള രീതിയിൽ. അപ്പോൾ നിങ്ങൾ ഈ ലാസ്റ്റ് ലൈനിൻ്റെ ഇൻ്റർപ്രിറ്റേഷൻ പറയുമ്പോൾ എപ്പോഴും അത് ഫാദർ ചാലഞ്ച് ചെയ്യുന്നതായിട്ടല്ല, പോയിട്ട് സ്വയം ചാലഞ്ച് ചെയ്യുന്നതായിട്ടാണ് കാണേണ്ടത്. സോ ഇത്രയേ ഉള്ളൂ ഈ ഒരു പോം. ഇതിൽ മെയിനായിട്ട് വരുന്നതെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ മലയാളം എന്നുള്ള ആ ലോസ്റ്റ് ടങ്കിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ മദർ ടങ്കിൻ്റെ ഇപ്പോഴത്തെ സ്റ്റേറ്റസ്, അല്ലെങ്കിൽ നമ്മൾ കണ്ടല്ലോ പോമിൽ തന്നെ
പോയിറ്റ് അഡ്രസ്സ് ചെയ്യുന്നത് ലോസ്റ്റ് ടങ് എന്നാണ്. കാരണം ഇപ്പോൾ എന്ന് പറയുകയാണെങ്കിൽ ഒരു മലയാളം ലാംഗ്വേജ് മാത്രം യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു കാര്യമില്ല, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സ്റ്റേറ്റസിനെ ബാധിക്കും, അങ്ങനെ ഒരുപാട് കൈൻഡ് ഓഫ് നോഷൻസും അല്ലെങ്കിൽ പെർസ്പെക്റ്റീവ്സൊക്കെയാണ് നമുക്കുള്ളത്. ബട്ട് അപ്പോഴും ഇപ്പോൾ ഈവൻ ദോ നമ്മുടെ ജീത്ത് എന്നുള്ള പോയിറ്റ് ഇംഗ്ലീഷ് എഡിറ്ററും ട്രാൻസ്ലേറ്ററും ഒക്കെ ആണെങ്കിലും ആളും പറയാണ് ഹീ ഈസ് ഓൾസോ എ മലയാളി. അപ്പോൾ ഇപ്പോഴും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമ്മുടെ മദർ ടങ് ആയിട്ടുള്ള മലയാളത്തിനാണ്. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് നാൾ മറ്റ് ലാംഗ്വേജസും ഇംഗ്ലീഷൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ വി ഹാവ് ടു കം ബാക്ക് ടു ദി റൂട്ട്, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു മദർ ടങ്ങിലേക്ക് നമ്മൾ തിരിച്ചു വരണം എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കാനാണ് ഈ ഒരു പോം എഴുതിയിട്ടുള്ളത്. ആൻഡ് ഇറ്റ്സ് റിട്ടൻ ഇൻ സിമ്പിൾ ലാംഗ്വേജ്, സിമ്പിൾ ആയിട്ടുള്ള ഷോർട്ട് ആയിട്ടുള്ള ഒരു പോമാണ്, അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒന്നുമില്ലാത്തൊരു പോമാണത്.